ഹലോ. ഇന്നേ നമ്മുടെ ജോജേട്ടൻ പറഞ്ഞിട്ടുള്ള കുക്കിയിട്ടുള്ള നല്ല അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ വറുത്തിട്ടിട്ട നല്ല അടിപൊളി ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഫ്രഷ് കറി പീസ് അപ്പുറന്ന് പറിച്ചിട്ട് വരാണ്ട്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് ഇനി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കറി മസാല അത് ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, സബോള, അതിലേക്ക് ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുരുമുളകും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തിരുമ്മിയിട്ട് ഒരു 5 to 6 വിസിലിൽ വേവിച്ചെടുക്കുക. ഇനി എന്താ ഇതിലേക്ക് രണ്ടാം പാല്, അതുപോലെ തന്നെ ഒരു വളം കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കി എടുത്തത്, പിന്നെ നമ്മൾ ക്രഷ് ആയിട്ട് പൊടിച്ചെടുത്തുള്ള കറി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കുറുകി വരുമ്പോൾ ഒന്നാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രീമി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ റെഡി ആവട്ടെ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിന്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കൂ.